base class. What is it? So, basis in a patitana number parnodin, basis in the parade. It is not going to Korea basis and basis. Some bases does not dissolve in water. Other some Korea bases they dissolve in water. They are known as alkalis. Number alkalis are each chapter like which is sodium hydroxide, potassium hydroxide, calcium hydroxide, magnesium hydroxide. The base are ladies and gentlemen. That's vellathil alignal therunna sadhanam endana H plus ano OH minus ano? Padavade parayu. H plus ano OH minus ano? Parayada pillare. OH minus base ano OH minus ആയിരിക്കും തരുന്നത്. Two type of bases, strong bases and weak bases. Strong bases എന്ന് പറഞ്ഞാൽ വെള്ളത്തിലല്ല ചപ്പുചോറ് പോലെ OH minus OH minus OH minus OH minus കുറേ തരും. Weak bases എന്ന് പറഞ്ഞാൽ അയ്യോ OH minus തരണോ എന്നെ കൊണ്ട് വയ്യ എന്ന് പറഞ്ഞിട്ട് കുറച്ച് OH minus തരും. ഓക്കെ, ഈ പണ്ടൊക്കെ നമ്മൾ ഇങ്ങനെ ക്ലാസ്സിൽ ഇരിക്കുമ്പോണ്ടല്ലോ ഈ ബബിൾ ഗം ചവച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളെ കാണുമ്പോഴത്തേക്ക് നോക്കട പിള്ളേരെ. അപ്പൊ നമ്മൾ എന്തൊക്കെയാ പറഞ്ഞുകൊണ്ടിരുന്നത്? നമ്മൾ ബേസിന്റെ മെറ്റലിന്റെ കാര്യമൊക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് അതിന്റെ റിയാക്ഷൻസ് പഠിക്കാൻ കേട്ടോ. ബേസും മെറ്റലും നോക്കണം. ആസിഡ്സും മെറ്റലും കൂടി റിയാക്ട് ചെയ്താൽ എന്ത് കിട്ടും? ആസിഡും മെറ്റലും കൂടി റിയാക്ട് ചെയ്ത് യു ആർ ഗോയിങ് ടു ഗെറ്റ് എ സോൾട്ട്. ഇറ്റ് ഇസ് ആസ് സിമ്പിൾ ആസ് കൂട്ടത്തിൽ ഹൈഡ്രജനും കിട്ടും. ഓക്കെ, സോൾട്ടും ഹൈഡ്രജൻ നമ്മൾ ഇത് പണ്ട് തുടങ്ങിയിട്ട് പഠിക്കണതാണ്. ഞാൻ പഠിപ്പിച്ച് തുടങ്ങിയ കാലം മുതൽ നിങ്ങളുടെ അടുത്ത് പറയുന്ന ഒരു സാധനമാണ്. നമുക്കൊരു ആസിഡ് എഴുതാം, ഒരു സന്തോഷമല്ലേ, ഹൈഡ്രോക്ലോറിക് ആസിഡ്. ഒരു മെറ്റൽ എഴുതാം, സോഡിയം മെറ്റൽ. എന്താടാ മക്കളെ റിയാക്ഷൻ? വേഗം എഴുതിയ ചാടപടയെന്ന് എഴുതിയ എല്ലാവരും, ചടപടയെന്ന് എഴുതിയ. കെമിസ്ട്രി സെൻസ് ഓഫ് കെമിസ്ട്രി. NaCl plus H. കിട്ടിയാ? NaCl ladies and gentlemen plus hydrogen gas. കിട്ടി. All right. See, this is acid plus metal. So base in order side, base plus metal. Again, it is going to give us salt. Okay, salt plus hydrogen തന്നിയെ തരണം. പക്ഷേ unfortunately ഈ salt എന്താന്ന് നമ്മൾ കാണാതെ പഠിക്കണം. സാധാരണ സോൾട്ട് ഒന്നല്ലാതെ തന്നെ നമുക്ക് മനുഷ്യന് മനസ്സിലാവാത്ത ഭാഷയിലുള്ള സോൾട്ട് ആണ് ഇത് തരുന്നത്. ഇത് കാണാതെ പഠിച്ചേ പറ്റുള്ളൂ. ഓക്കെ, ദീസ് ആർ സം റിയാക്ഷൻസ് വിച്ച് യു ഹാവ് ടു ബൈ ഹാർട്ട് അറ്റ് ദിസ് പെർട്ടിക്കുലർ സ്റ്റേജ്. സോഡിയം ഹൈഡ്രോക്സൈഡ് വെരി ഗുഡ് ബേസ്. നമുക്ക് സന്തോഷമുള്ള സോഡിയം ഹൈഡ്രോക്സൈഡ് വന്നിട്ട് മെറ്റൽ സിങ്ക് നഷ്ടമൊന്നുമില്ല. അത് കൂടി ഈ രണ്ട് റിയാക്ഷൻസ് അലൂമിനിയത്തിന്റെ റിയാക്ഷൻ ഉണ്ടായിരുന്നു. ഐ ഡോണ്ട് നോ വൈ. ഓക്കെ, ടെക്സ്റ്റിൽ ഇല്ലായിരിക്കും. സോഡിയം സിങ്കേറ്റ് Na2Zn-O2 Na2Zn-O2 സോഡിയം സിങ്കേറ്റ് Na2Zn-O2 സോഡിയം സിങ്കേറ്റ് പ്ലസ് ഹൈഡ്രജൻ. മക്കളെ 2 പ്രാവശ്യം ഈ റിയാക്ഷൻ എഴുതിയട കുട്ടികളെ, 2 പ്രാവശ്യം ഈ റിയാക്ഷൻ എഴുതിയ കുട്ടികളെ വേഗം എഴുതിയേ. മാം എനിക്ക് സ്ക്രീൻ കാണാൻ പറ്റുന്നില്ല. മോളെ എന്റെ 2 പേരുകൾ ഉണ്ടാവും, അതിലുണ്ടാവും. നളന്താന്ന് പറഞ്ഞിട്ട് 2 എണ്ണം ഉണ്ടാവും മിക്കവാറും. അത് തന്നെ മാം, എനിക്ക് ഇവിടെ നളന്ദ സെന്റർ സ്ക്രീൻ ഷെയറിംഗ് എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ പിന്നെ ഞാൻ എന്താ ചെയ്യാ? ബാക്കി എല്ലാവർക്കും കാണണ്ടല്ലോ. NaOH പ്ലസ് Zn. അപ്പൊ സ്ക്രീൻ ഷെയർ ചെയ്തില്ലെങ്കിൽ നിനക്ക് എങ്ങനെയും ബാക്കിയെല്ലാം കാണാൻ പറ്റണേ? അയ്യോ, ഞാൻ ഇതൊക്കെ റെക്കോർഡ് ചെയ്തിരിക്കാം. ഹോൾഡ് ഓൺ. എനിക്ക് കുട്ടികളെ സോഡിയം സിങ്കേറ്റ് Na2Zn-O2 ഇത് നമ്മൾ കാണാണ്ട് പഠിക്കണം കേട്ടോ. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ് സാധനം. ഓക്കെ, ഇനി അടുത്തത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ന്യൂട്രലൈസേഷൻ റിയാക്ഷൻ. വി ഓൾറെഡി നോ ദിസ്. നമ്മൾ ആസിഡ്സിന്റെ കൂട്ടത്തിൽ പഠിച്ചതാണ്. ബേസും ആസിഡും കൂടി റിയാക്ട് ചെയ്യണതാണ് സോൾട്ടും വാട്ടറും കിട്ടുന്ന സാധനമാണ് ബേസ്. എന്തുകൊണ്ടാണ് ന്യൂട്രലൈസേഷൻ റിയാക്ഷൻ ആണെന്ന് we had discussed this multiple times. Acid is going to give you H plus, which is responsible for the acidic property of the acid. Sodium hydroxide is H. Base is going to give you OH minus, which is responsible for the basic property. Both of them are going to react with each other and cancel out each other and form water. And obviously a salt is going to be formed. Salt in a particular, we have detailed things to study. Now base is going to react with, so the third kind of reaction which we are going to study is base is going to react with the non-metal oxides. നിങ്ങൾക്ക് ഈ റിയാക്ഷൻ നന്നായിട്ട് അറിയാം. കാർബൺ ഡയോക്സൈഡിന്റെ ഐഡന്റിഫിക്കേഷൻ. ഹൗ ഡു യു ഐഡന്റിഫൈ ദാറ്റ് എ ഗ്യാസ് ഇസ് കാർബൺ ഡയോക്സൈഡ്? Carbon dioxide is passed, the gas is passed through quicklime solution, which is lime water solution. Lime water solution എന്ന് പറഞ്ഞാൽ calcium hydroxide. This is a base.
Non-metal oxide എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേരൊക്കെ ഭയങ്കര വലുതായിട്ട് തോന്നുന്നു. Non-metal is carbon. Carbonന്റെ oxide is carbon dioxide. രണ്ടും കൂടി റിയാക്ട് ചെയ്യുന്ന റിയാക്ഷൻ we already know calcium carbonate കിട്ടും. You are going to get a carbonate. It is as simple as that. കഴിഞ്ഞു. This is a salt plus water. Plus water. Okay. അപ്പൊ ഇതിന്റെ എക്സാമ്പിൾ എന്താണ്? കാർബൺ ഡയോക്സൈഡ് ഐഡന്റിഫിക്കേഷന്റെ reaction, as simple as that. Okay, moon type of reaction are we have just have to study 3 type of reactions. One is neutralization reaction, which is very simple. Other one we have to by heart, no other go. And the third one being non-metal oxide plus base is going to give you salt plus water. All right, are you all clear with this? Yes, we'll move to the next one. Okay. ഓക്കെ കുട്ടികളെ, യൂസസ് ഓഫ് ബേസ് എന്തിനൊക്കെയാ യൂസ് ചെയ്യാൻ. അപ്പൊ നമ്മളെ ആരെയൊക്കെ പറ്റിയിട്ട് പഠിക്കും എല്ലാം. ഓക്കെ, 3 ഹൈഡ്രോക്സൈഡ്സ്. ഏതൊക്കെ ഹൈഡ്രോക്സൈഡ്? സോഡിയം ഹൈഡ്രോക്സൈഡ്, കാൽഷ്യം ഹൈഡ്രോക്സൈഡ്, മെഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ്. സോഡിയം ഹൈഡ്രോക്സൈഡ് സോപ്പ്, സോഡിയം ഹൈഡ്രോക്സൈഡ് സോപ്പ്, സോപ്പ് പേപ്പർ റയോൺ, synthetic fiber of rayon. Soap, paper, synthetic fiber which is rayon. Calcium hydroxide is used in the manufacture of bleaching powder. എല്ലാത്തിനും കഥ ഉണ്ടാക്കണം. Now you guys are mature enough to make your own stories. Okay, so you guys group discussion സമയത്ത് കട്ടക്ക് സ്റ്റോറീസ് ഉണ്ടാക്കണം. Magnesium hydroxide is used as antacid. What is meant by antacid? വലിച്ചു വാരി കഴിക്കുമ്പോഴത്തേക്കും വയറില് അസിഡിറ്റി ഉണ്ടാവില്ലേ? അങ്ങനെ കുറെ ഹൈഡ്രോക്ലോറിക് ആസിഡ്, പ്രണവിന് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവില്ലേ, കാര്യമായിട്ട് തലയാട്ടുണ്ടല്ലോ, അങ്ങനെ കുറെ ഹൈഡ്രോക്ലോറിക് ആസിഡ് ഉണ്ടാവുമ്പോഴത്തേക്കും പ്രണവിന് വയറുവേദന എടുക്കും. അപ്പൊ പ്രണവിന് ഞാൻ എന്ത് കൊണ്ട് കൊടുക്കണം? ഒരു ആന്റാസിഡ്. മോനെ ദാ മെഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ് കഴിക്കൂ പ്രണവേ, നിന്റെ പ്രശ്നങ്ങളെല്ലാം തീരും എന്ന് പറഞ്ഞിട്ട് ഞാൻ കുറെ മെഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ് പ്രണവിന് കൊടുക്കുമ്പോ ഒരു 2 മിനിറ്റ് ജീവൻ പോകുന്ന പോലെ വേദന ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് ഒരു സൗണ്ട് വരും. ഓക്കെ, ഗർ എന്ന് പറഞ്ഞിട്ട്. അതെന്തത്? വയറിൽ ഉണ്ടാവണ കാർബൺ ഡയോക്സൈഡ് is going out. Because what are you going to do? This is a neutralization reaction which is going to come in. Okay, കുറെ ന്യൂട്രലൈസേഷൻ റിയാക്ഷൻ ഒക്കെ ആണ് ഇതിൽ സംഭവിക്കുക. സോ ആന്റാസിഡ് ഇസ് വാട്ട്. എന്തുകൊണ്ട് ഇതിനെ എന്താ പറയാ കൊടുക്കണേ നമ്മള്? മെഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ് ഇസ് ബേസിക് ഇൻ നേച്ചർ. വാട്ട് ഈസ് ഹാപ്പനിങ് ഇൻ യുവർ സ്റ്റൊമക്? സ്റ്റൊമക് ഹാസ് ഹൈഡ്രോക്ലോറിക് ആസിഡ്. ഇതിനെ തമ്മിൽ നമ്മൾ റിയാക്ട് ചെയ്യിച്ചിട്ട് ന്യൂട്രലൈസേഷൻ ചെയ്യും. Okay, this is also a cure of indigestion. Okay, now അപ്പൊ നമ്മൾ 3 ഹൈഡ്രോക്സൈഡ്സിന്റെ കാര്യം പറഞ്ഞു. സോഡിയം ഹൈഡ്രോക്സൈഡ് സോപ്പ്, സോപ്പ് പേപ്പർ റയോൺ. സോപ്പ് ചീപ്പ് കണ്ണാടി എന്ന് പറയുന്ന പോലെയാണ് സോപ്പ് പേപ്പർ റയോൺ. ഓക്കെ, സോപ്പ് പേപ്പർ റയോൺ. കാൽഷ്യം ഹൈഡ്രോക്സൈഡ് എന്ന് പറയുമ്പോൾ തന്നെ ബ്ലീച്ചിങ് പൗഡർ. കാൽഷ്യം ഹൈഡ്രോക്സൈഡ് എന്തിനാ നമ്മൾ യൂസ് ചെയ്യുക? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. കാൽഷ്യം ഹൈഡ്രോക്സൈഡ് എപ്പോഴും വെളുത്ത സാധനം. ഇങ്ങനെ കാൽഷ്യം ഹൈഡ്രോക്സൈഡിൽ കാർബൺ ഡൈ ഓക്സൈഡ് എടുക്കുമ്പോൾ അത് വെളുത്തു, വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് അല്ലേ? അതല്ലേ നമ്മൾ പഠിച്ച റിയാക്ഷൻ. കാർബൺ ഡൈ ഓക്സൈഡിന്റെ റിയാക്ഷൻ എന്താണ്? കാർബൺ ഡൈ ഓക്സൈഡിനെ നമ്മൾ ഊതുമ്പോൾ, കാൽഷ്യം ഹൈഡ്രോക്സൈഡിൽ ഊതുമ്പോൾ വൈറ്റ് കളർ വരും. ഓക്കെ, okay, white color വരും. So it has something to do with a colorless ആയിട്ടുള്ള സാധനം. That is bleaching powder. Bleaching means no color. Okay, now again magnesium hydroxide നമ്മൾ പ്രണവിന് കൊടുത്ത സാധനം, you all should remember that. Okay, now coming to sodium carbonate. Sodium carbonate നമ്മൾ ആർക്കാ കൊടുക്കാൻ പോണേ? sodium carbonate അമൃത മിണ്ടാതിരിക്കുകയാണ്. സോ അമൃത എന്തിനാണ് യൂസ് ചെയ്യണേ? ഓക്കെ, അമൃത സോഫ്റ്റ് ഹാർഡ് ആയിട്ട് വരുന്ന വാട്ടർ ആണോ അമൃതയുടെ കയ്യിൽ കൂടി പോയാൽ അപ്പൊ അത് സോഫ്റ്റ് ആവും. ഓക്കെ, അമൃതയുടെ കൈ കൂടി പോയാൽ അപ്പൊ അത് സോഫ്റ്റ് ആവും. എന്തുകൊണ്ട് അമൃതയുടെ കൈ കൂടി പോയാൽ സോഫ്റ്റ് ആവുന്നത്? അമൃതയുടെ കൈ മൃദുലമായ കൈ ആയതുകൊണ്ടാണോ? അല്ലടാ കുട്ടികളെ, അല്ല. എന്തുകൊണ്ടാ? അമൃത വാഷിംഗ് സോഡ ഉപയോഗിച്ചു. വാഷിംഗ് പൗഡർ നിർമ്മ എന്താണ് യൂസ് ചെയ്തത്? വാഷിംഗ് സോഡ യൂസ് ചെയ്തു. അങ്ങനെ വാഷിംഗ് സോഡ ഉപയോഗിച്ചിട്ട് ഹാർഡ് വാട്ടറിനെ സോഫ്റ്റ് വാട്ടർ ആക്കി. ആര്? അമൃത. ഓക്കെ, സോഡിയം കാർബണേറ്റ്. എന്നൊക്കെ അമൃത അല്ലേ ആക്കിയത്, സോഡിയം കാർബണേറ്റ് ആക്കി. ബിക്കോസ് sodium carbonate is used as washing soda. Sodium carbonate is used as washing soda in order to soften the hard water. അപ്പൊ അമൃതയുടെ പേരെന്തായിരുന്നു? സോഡിയം കാർബണേറ്റ്. നമ്മുടെ പ്രണവിന്റെ പേരെന്തായിരുന്നു? മെഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ്. ഇനി സോഡിയം ഹൈഡ്രജൻ കാർബണേറ്റ്. ബാക്കിയുള്ളവരെ കൺട്രാക്ട് അടിക്കുമ്പോഴത്തേക്കും സാരംഗ് അവിടെ കമഴ്ന്ന് കടന്ന് ചിരിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് സാരംഗിനെ പിടിച്ചിട്ട് സോഡിയം ഹൈഡ്രജൻ കാർബണേറ്റ് ആക്കാം. സാരംഗിന്റെ പേരെന്തായിരുന്നു? സോഡിയം ഹൈഡ്രജൻ കാർബണേറ്റ്. സോഡിയം ഹൈഡ്രജൻ കാർബണേറ്റ് ആയ സാരംഗിന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട, സാരംഗ് അപ്പൊ തന്നെ ചുമന്നു. ഓക്കെ, ഹി ഈസ് ബ്ലഷിങ് ആക്ച്വലി. അവ സോഡിയം ഹൈഡ്രജൻ കാർബണേറ്റ് ആയ സാരംഗിന്റെ ഏറ്റവും വലിയ ഇഷ്ടപ്പെട്ട ഹോബി എന്ന് പറയുന്നത് എന്താണ്? കുക്കിംഗ്. അപ്പൊ
എന്ത് ചെയ്യും? ബേക്കിംഗ് സോഡ വെച്ചിട്ട് കുക്കോട് കുക്ക്. ഓക്കെ, ഹി കുക്സ് ഫുഡ്. നമ്മൾ ഈ ഫ്രൈഡ് ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കുമ്പോഴേക്കും വി ആക്ച്വലി യൂസ് ബേക്കിംഗ് സോഡ ഫോർ ദിസ്. Alright, sodium hydrogen carbonate നമ്മൾ യൂസ്. It is used as baking soda in cooking food. And baking powders ഉണ്ടാക്കാനായിട്ട് യൂസ് ചെയ്യും. Baking powders ഉണ്ടാക്കാനായിട്ട് യൂസ് ചെയ്യും. And this is also used as an antacid to cure indigestion. And most importantly, സാരംഗിന്റെ ഏറ്റവും വലിയ പണി എന്താണ്? ഫയർ ഫൈറ്റർ. He is a fire fighter. സോഡ ആസിഡ് ഫയർ എക്സ്റ്റിംഗ്വിഷർ ആണ് നമ്മുടെ സാരംഗ്. Okay, soda acid fire extinguisher. So what all does the sarang do? Okay, he is a hero because he fights fire with the soda acid fire extinguisher. അതുപോലെ തന്നെ he cooks. Okay, gentleman. And obviously ഭക്ഷണം കഴിക്കുമ്പോഴേക്കും നമുക്കൊക്കെ വയറ് വേദനിക്കും. അത് കാരണം നമ്മള് സാരംഗ് എന്ത് തരും? നമുക്ക് ആന്റാസിഡ് തരും. ആന്റാസിഡ് ടു ക്യൂർ ദ ഇൻഡൈജഷൻ. മനസ്സിലായ കുട്ടികളെ? ഇങ്ങനെ വേണം റിലേറ്റ് ചെയ്ത് പഠിക്കാൻ കേട്ടോ. ഈവൻ വെൻ ഐ meant it to be funny and no one laughed, but this is the way you are supposed to study. Okay, ഓരോരുത്തരുടെ പേര് വെച്ചിട്ട് ഇയാൾ അതാണ് പറഞ്ഞിട്ട് സ്റ്റോറി വെച്ച് പറഞ്ഞു കഴിഞ്ഞാൽ you can all remember. And കുറേ see, that is a power of combined study. നിങ്ങൾ എല്ലാവരുടെയും ഞാൻ ഗ്രൂപ്പ് ഡിസ്കഷൻ ചെയ്യാൻ പറയണ്ടേ. റിലീജിയസ്ലി ചെയ്യുന്നത് നീലാഞ്ജനയുടെ ഗ്രൂപ്പ് മാത്രമാണ്. അത് സ്റ്റിൽ യു റിക്വയർ മീ ടു സേ പിള്ളേരെ ലിങ്ക് അയക്കി മറ്റേതയക്കി. ഡോണ്ട് ഡു ദാറ്റ് ഗൈസ്. ആ ഗ്രൂപ്പ് ഡിസ്കഷൻ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യല്ലേ നിങ്ങൾ. ഓക്കേടാ കുട്ടികളെ. അപ്പൊ നൗ കമ്മിങ് അഗൈൻ. ലെക്ചർ നോട്ട് എഴുതണേടാ മക്കളെ. നിങ്ങൾ എല്ലാവരും വായി നോക്കിക്കൊണ്ടിരിക്കരുത്. നൗ കമ്മിങ് ടു നോക്കടാ കുട്ടികളെ. നമുക്ക് ഇനി ആസിഡിന്റെയും ബേസ് സൊല്യൂഷന്റെയും സ്ട്രെങ്ത് എന്താണെന്ന് അറിയണം. ഓക്കെ, എത്രമാത്രം അസിഡിക് ആണ്, എത്രമാത്രം ബേസിക് ആണ്, അതാണ് നമ്മുടെ അസിഡിറ്റി എന്ന് പറയാം അല്ല. അതിന് നമുക്ക് മെഷർ ചെയ്യാൻ പോവാണ്. ഓക്കെ, സോ ദിസ് ഇസ് മെഷേർഡ് ബൈ സംതിങ് നോൺ ആസ് pH സ്കെയിൽ. വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, pH സ്കെയിൽ എന്ന് പറയുന്ന സാധനം വെച്ചിട്ടാണ് നമ്മള് ആസിഡിന്റെ സ്ട്രെങ്ത് എന്താണ്, ബേസിന്റെ സ്ട്രെങ്ത് എന്താണ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ മെഷർ ചെയ്യാൻ പോരാ. ഓക്കെ, അപ്പൊ അതെന്താണ് സാധനം? അപ്പൊ അത് പഠിക്കുന്നതിന് മുമ്പ് 2-3 ബേസിക്സ് നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, ഇത് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ നമ്മൾ ഒരു ആസിഡ് എടുത്തു, HCl എടുത്തു. HCl എന്ന് പറഞ്ഞു പ്യൂർ HCl അല്ല നമ്മൾ എടുക്കുക. വി ആർ ഗോയിങ് ടു മിക്സ് ദിസ് വിത്ത് വാട്ടർ ഓൾവേസ്. ഓക്കെ, മോസ്റ്റ് ഓഫ് ദ കേസസ് വി ആർ ഗോയിങ് ടു മിക്സ് ഇറ്റ് വിത്ത് വാട്ടർ. ഈവൻ വെൻ കോൺസെൻട്രേറ്റഡ് ഹൈഡ്രോക്ലോറിക് ആസിഡ് ആണെങ്കിൽ പോലും നമ്മൾക്ക് വെള്ളമുണ്ട്, അതിൽ കുറവ് വെള്ളമാണ് എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ഇതിലെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വാട്ട് യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ഇസ് HCl വെള്ളത്തില് എന്തൊക്കെ സാധനങ്ങൾ തരും, എന്തൊക്കെ അയോൺസ് തരും? H+ കിട്ടും, Cl- കിട്ടും. നമുക്ക് സന്തോഷമാണ്. H+ അത് ഓക്കെ, ഇപ്പൊ കേൾക്കാമോ? ഓക്കെ, അപ്പൊ നോക്കട്ടെ കുട്ടികളെ. അപ്പൊ നമ്മൾ HCl പിടിച്ചിട്ട് വെള്ളത്തിൽ ഇട്ടു എന്ന് വിചാരിച്ചോ. HCl പിടിച്ചിട്ട് വാട്ടറിൽ ഇട്ട് കഴിഞ്ഞാൽ വാട്ട് ഈസ് ഗോയിങ് ടു ഹാപ്പൻ? you're going to get H+, you're going to get Cl-. Okay, H+ ഉള്ളത് കൊണ്ട് ഇയാളെ എന്ത് വിളിക്കാം? ആണെന്ന് വിളിക്കാം എന്നാണോ, അല്ല ആസിഡ് എന്ന് വിളിക്കാം എന്നാണോ? ആസിഡ് എന്ന് വിളിക്കാം. ബിക്കോസ് H+ is there, no, acid is എന്ന് വിളിക്കാം. ഇത്രയല്ലോ അയോൺസ്? നോ. വാട്ടർ പറയും ചേട്ടൻ ഞാൻ ഇവിടെ ഉണ്ട്, ഞാനും അങ്ങോട്ട് സ്പ്ലിറ്റ് ആവാൻ പോവാണ്. ഇൻ ദ പ്രസൻസ് ഓഫ് ആസിഡ് എസ്പെഷ്യലി ഓർ ബേസ്, ദിസ് ഇസ് ഗോയിങ് ടു ഫോം എ ലോട്ട് ഓഫ് അയോൺസ്. വാട്ട് ആർ ദ അയോൺസ്? ഇവിടെ H+ ഉണ്ടാവും, ഈ ചേട്ടന്റെ OH- ഉണ്ടാവും. See here, H+ can exist as H3O+, doesn't matter, it ultimately comes down to H+ itself. Alright, water is also going to ionize and form H+ and OH-. Alright, so എന്തൊക്കെ അയോൺസ് ഉണ്ട് നോക്ക്? H+ ഉണ്ട്, Cl- ഉണ്ട്, OH- ഉണ്ട്, and again H+ is there. So ആസിഡിനെ വാട്ടറിൽ ഒഴിക്കുമ്പോൾ there is H+, Cl-, OH-. Are you all clear with this? H+ is going to give you acidic character, OH- is going to give you basic character. Alright, now I am putting, say, sodium hydroxide in water. Alright, now എന്തൊക്കെ ഉണ്ട്? Na+ ഉണ്ട്, OH- ഉണ്ട്, and water is going to split into H+ and OH-. So എന്തൊക്കെ ions ഉണ്ട്? Na+ ion, OH- ion, and H+ ion. H+ ideally acidic, OH- basic, Na+ whatever ion. Alright,
എല്ലാ ions ഉണ്ട്. H plus and OH minus is there in both the cases. All right. Now, how do you identify the strength? H plus ions, number of H plus ion is equal to number of OH minus ion. This is neutral. This is neutral. Okay, here what will be the case? H plus ions കൂടുതലായിരിക്കും obviously. This is an acid. Number of H plus is going to be greater than number of OH minus. Okay, this is going to be acidic in nature. This is going to be acidic. Here, number of OH minus is going to be greater than number of H plus. This is going to be basic in nature. Itre okay aano? Itre okay aano? All right. Now we are going to put in a value. H plus in അനുസരിച്ചിട്ട് നമ്മൾ ഒരു value ഇടുകയാണ്. H plus in അനുസരിച്ചിട്ട്. നോക്കിക്കോ. അപ്പോൾ നമുക്ക് ഇതൊന്ന് വായിച്ചു പോവാം. Water also is going to slightly ionize into H plus and OH minus. Pure water ആണെങ്കിൽ number of H plus and OH minus equal ആയിരിക്കും. That means it is going to form a neutral solution. When acid is added to water, H plus in the ions കൂടുതലായിരിക്കും as compared to OH minus. So number of H plus is going to be more than number of OH minus. Base ആണെങ്കിലോ number of OH minus is going to be greater than number of H plus. Okay, so both acidic, what we have to understand is both acidic and basic solution is going to have hydrogen ions. Okay, അങ്ങനെ ഈ ഒരു അറിവ് കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്കും 1909 സൊറൻസൺ എന്ന് പറയുന്ന സയന്റിസ്റ്റ് he devised a scale. ചേട്ടാ, we are going to devise a scale, pH scale. Now, using the scale, we will be able to identify the strength of a solution. If it is a neutral solution, if it is an acid solution, if it is a basic solution. എന്ന് നമുക്ക് identify ചെയ്യാൻ പറ്റും. അതെങ്ങനെയാ അത്? Okay, strength of an acid. Oh, this is so difficult. ഞാൻ ഒന്നും കൂടി പാഠം എടുത്തിട്ട് അയച്ചുതരാം കേട്ടോ. Okay, strength of acid solution and basic solution could be represented by using H plus ion concentration. So, പുള്ളിക്കാരൻ എന്ത് ബേസ് ആയിട്ട് എടുത്തു? H plus ion concentration എത്രയുണ്ട് എന്നുള്ളത് ബേസ് ആയിട്ട് എടുത്തു. Okay, so pH of a solution is going to be inversely proportional to the concentration of H plus ions. എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായോ? നിങ്ങൾക്ക് മനസ്സിലാവാൻ ഒരു സാധ്യതയില്ല. മനസ്സിലായോ പിള്ളേരെ? സ്കൂളിൽ പഠിപ്പിച്ചിട്ടില്ലെങ്കിൽ ഇത് മനസ്സിലാവില്ല. Okay, അപ്പൊ we'll come to that. H പ്ലസിന്റെ കോൺസെൻട്രേഷൻ കൂടിയ pH കുറവായിരിക്കും. H പ്ലസിന്റെ കോൺസെൻട്രേഷൻ കുറഞ്ഞാൽ pH കൂടുതലായിരിക്കും. Okay, ഇതിന്റെ അർത്ഥം എന്താണ്? ഇതിന്റെ അർത്ഥം this is inversely proportional to each other. അതായത് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആയ രണ്ട് സാധനങ്ങളുടെ ഒരു എക്സാമ്പിൾ പറഞ്ഞു. ഒരെണ്ണം പോലും എനിക്ക് കിട്ടുന്നില്ലല്ലോ. ഒരെണ്ണം കൂടിയാൽ മറ്റേത് കുറവായിരിക്കും. ഇൻവേഴ്സ്ലി വിഷോ too many classes. H plus ഇല്ല ഇത് നിങ്ങൾക്ക് മനസ്സിലായി. ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ എന്ന് പറഞ്ഞാൽ എന്താന്ന് മനസ്സിലായോ? ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? All right, I'm all in for long distance relationship and all those things. Okay, don't worry about it. അവ എന്താണെങ്കിലും ദൂരം കൂടി എന്ന് വിചാരിച്ചോ. ദൂരം കൂടി കഴിഞ്ഞാൽ എന്താണ്? സ്നേഹം കുറഞ്ഞു. ഓക്കെ, ദൂരം കുറവാണെന്നുണ്ടെങ്കിൽ സ്നേഹം കൂടി. They are inversely proportional to each other. ഒരെണ്ണം കൂടി അപ്പൊ മറ്റേത് കുറഞ്ഞു. എന്താണ്? ഒന്നുമേ പുരിയല്ല. എന്താ? വാട്ട്? നിങ്ങൾ തമ്മിലാണ് വർത്താനം പറഞ്ഞോണ്ടിരിക്കുന്നത്. ഗൂഗിളിൽ സെർച്ച് ചെയ്യുമ്പോൾ ഇതാണ് കിട്ടിയത്. റിലേറ്റഡ് സോ ദാറ്റ് ആസ് വൺ ബിക്കംസ് ലാർജർ ദ അതർ ബിക്കംസ് സ്മോളർ. അതന്നെ, എനിക്ക് അതറിയാം. എക്സാമ്പിൾ ആണ് എനിക്ക് പെട്ടെന്ന് കിട്ടാത്ത. ഈ സയന്റിഫിക് എക്സാമ്പിൾ ആണ് എനിക്ക് പെട്ടെന്ന് കിട്ടാത്ത. ഇപ്പൊ മനസ്സിലായില്ലേ? ദൂരം കൂടി സ്നേഹം കുറഞ്ഞു, ദൂരം കുറഞ്ഞു സ്നേഹം കൂടി. ഓക്കെ, ദിസ് ഇസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഈച്ച് അതർ. നമുക്ക് നോക്കാം. ഇത് വളരെ സിമ്പിൾ ആണ് കേട്ടോ. 1 എന്നൊരു pH ഉണ്ട്. ഓ നോ, ഇതിന്റെ സ്ട്രക്ചർ 1 എന്ന് പറഞ്ഞിട്ട് ഒരു pH ഉണ്ട്. ഓൾ റൈറ്റ്, 7 എന്നൊരു pH ഉണ്ട്. ഓക്കെ, 9 എന്നൊരു pH ഉണ്ട്. ഓക്കെ, ഇത് pH. ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, ദിസ് ഇസ് pH. ഓക്കെ, ഇത് വളരെ കുറവാണ്. ഓക്കെ, ഇത് വളരെ കുറവാണ്. pH ഓൾവേസ് ഡിപ്പെൻഡ്സ് ഓൺ ദി H plus concentration. H plus concentration. ഓക്കെ, pH കുറവാണെങ്കിൽ H plus concentration കൂടുതൽ lot of H plus concentration. pH കൂടുതലാണ്, 7 കമ്പാരിറ്റീവ്ലി കൂടുതലാണ്. H plus is and അത്യാവശ്യമുണ്ട്, പക്ഷെ not as much as this. All right, 9. Oh, again pH is more. H plus ഉണ്ട്, but കുറച്ചേ ഉള്ളൂ. മനസ്സിലായോ?
pH കുറവാണെന്നുണ്ടെങ്കിൽ H+ കൂടുതലാണ്. H+ കൂടുതലാണെങ്കിൽ pH കുറവായിരിക്കും. H+ കൂടുതലാണെങ്കിൽ pH കുറവായിരിക്കും. H+ കുറവാണെന്നുണ്ടെങ്കിൽ pH കൂടുതലായിരിക്കും. H+ കുറവാണെങ്കിൽ pH കൂടുതലായിരിക്കും. ഓക്കെ, ഇത് മനസ്സിലായോ? തിരിച്ചും മറിച്ചും they are inversely proportional to each other. ഇനി നോക്ക്, acidity, acidic property, acidic nature. H+ കൂടുതലാണെങ്കിൽ this is കട്ട acid, very very acidic in nature. ഞാൻ ഇവിടെ 3 എഴുതിയെന്ന് വിചാരിച്ചോ? 3 എഴുതിയ സാധനം ഉണ്ട്, ആസിഡ് ആണ്, പക്ഷെ acidity decreases. pH decreases. pH increases, acidity decreases. 7 ആവുമ്പോഴത്തേക്കും this becomes neutral. Acidity decrease ചെയ്തിട്ട് neutral ആയി. Now here 7 എന്ന് അങ്ങട് 8 വരുമ്പോഴത്തേക്കും this becomes basic. H+ കുറഞ്ഞു വരും, OH- കൂടി വരും. മനസ്സിലായോ? ഒരു റൗണ്ട് കാണാണ്ട് എഴുതിയേ, എന്നിട്ട് ഞാൻ ഒരിക്കൽ കൂടി പറഞ്ഞുതരാം. നമുക്ക് ഒന്നും കൂടി നോക്കാം. Concentration of H+ കൂടി വന്നു. Okay, concentration of H+, we'll see one concentration. Okay, H+ concentration. ഇപ്പൊ നമുക്ക് H+ എന്ന് തന്നെ ഇടാം. H+. Okay, I am putting 6H+. Okay, and in this particular case I am putting 3H+. And in this case it is H+, 2H+. And in this case it is only 1H+. Okay, ഇവിടെ H+ കൂടുതലാണ്. This is very acidic in nature, highly acidic in nature. Okay, so pH is going to be less. pH is going to be say 1. Okay, ഇവിടെ this is also maybe acidic in nature. pH is going to be comparatively more. Less ആണ്, പക്ഷെ കുറച്ച് less, 3 maybe. This maybe ഇവിടെ OH- is there. Okay, ഇത് രണ്ടും same ആണ്. H+ ന്റെ number and OH- ന്റെ number is same. So this is neutral. Neutral is pH is 7. Okay, and in this case OH- is more. So this becomes basic. ഇത് അങ്ങോട്ട് പോകുമ്പോഴത്തേക്കും H+ is less, OH- is becomes കൂടി 9, 10 ഒക്കെ ഭയങ്കര basic nature ആയിട്ട് വരും. മനസ്സിലായോ? ഇപ്പൊ മനസ്സിലായോ? Okay, so pH scale എന്ന് പറയുന്നത് okay, അപ്പൊ നോക്ക, increased H+ means low pH and highly acidic. All right, decreased concentration of H+ means high pH value and less acidic, more towards the basic side. pH in the full form and the potence hydrogen. What is the potential of hydrogen? How much of hydrogen is there? pH scale. What is pH scale? The strength of an acid or base is measured using the scale of numbers, that which is known as pH scale. എത്ര മാത്രം acidic ആണ്, basic ആണ് എന്ന് measure ചെയ്യണ scale of numbers നെയാണ് pH scale എന്ന് പറയാം. pH is from 0 to 14. 0 to 14. All right, അത് വളരെ important ആണ്. 0 to 14. 0 to 7 is going to be acidic. 7 is neutral. 7 to 14 is basic. 7 to 14 is basic in nature. All right. Now pH 7 is for neutral substances. Neutral substances are pure water, sugar solution, sodium chloride solution. Occur, they are neutral substances. This one indicator work cheyilla, blue to red to blue. No. I am not going to change anyone. All right. I am swadasidhamaya neutral position. Adhe samayam nokkada kuttiyala pH less than 7 aanundengil, it is going to be acid. More acidic solution, lower the pH. 1 katta acid, 0 katta acid. 2 അത്രയ്ക്കൊക്കെ ആസിഡ്, 3 എന്ന് പറയുന്നത് അത്ര ആസിഡ് ഒന്നല്ല, 4, 5, 6 ഒക്കെ weak acids. 4, 5, 6 are going to be weak acids. Okay, നമ്മുടെ acetic acid ഒക്കെ ആ റേഞ്ചിലായിട്ട് വരുന്നത്. Tell me something, stomachile acid is going to be strong acid or weak acid? Strong acid. Strong acid 1.6 range ൽ വരുന്നതാണ്. Very strong acid, hydrochloric acid. pH is going to be less than 7 and acidic solution ആണ്. Bribe, blue litmus നെ red ആക്കി മാറ്റും. All right, bribe അല്ല, ABC. Acid blue നെ change ചെയ്യും. Okay, pH more than 7 ആണെന്നുണ്ടെങ്കിൽ it is going to be basic in nature. More basic the solution is,
9, 10, 11, 12, 12, 13, 14, very basic. 12, 13, 14, very basic. പക്ഷെ 8, 9. ന്യൂട്രലിൽ അങ്ങോട്ട് കഴിഞ്ഞിട്ടേ ഉള്ളൂ. ന്യൂട്രൽ 7. ഓക്കെ, 8 അത്ര ബേസ് ഒന്നല്ല. 9 കുറച്ചുകൂടി ബേസ്. 10 ബേസ് ആയി തുടങ്ങി. 11 ബേസ് ആയി തുടങ്ങി. പക്ഷെ 13, 14 very ബേസ്. ഓക്കെ, ഇതാണ് അതിന്റെ ഒരു കഥ എന്ന് പറയുന്നത്. ഓക്കെ, നോക്കിക്കോ. അപ്പൊ H പ്ലസ് അയോൺ കോൺസെൻട്രേഷൻ നോക്കി തിരിച്ചു മറിച്ചൊക്കെ ചോദിക്കുക. H പ്ലസിന്റെ കാര്യം ചോദിക്കുക, അസിഡിറ്റിയുടെ കാര്യം ചോദിക്കുക, ബേസിക്കിന്റെ കാര്യം ചോദിക്കുക. മനസ്സിലാക്കി പഠിക്കേണ്ട സാധനമാണ്, കാണാതെ പഠിക്കേണ്ട സാധനം അല്ല. H പ്ലസ് അയോൺ കോൺസെൻട്രേഷൻ decreases from 0 to 7. Please understand this statement. H plus ion concentration. See, 1 ആവുമ്പോ ഭയങ്കര acidic ആണ്. See, 0 is super acidic. 6 is weak acid. All right. Super acid means H plus very high. Okay. 6 weak പറഞ്ഞു കഴിഞ്ഞാൽ this is very less. H plus is very less. മനസ്സിലായോ? All right. So H plus concentration decreases from 0 to 7. OH minus increases from 7 to 40. Okay. 7 is neutral. Okay. പക്ഷെ 8 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ OH minus ഉണ്ട്, പക്ഷെ ലെസ് ആണ്. പക്ഷെ 14 ഒക്കെ ആവുമ്പോൾ OH minus ഭയങ്കര കൂടുതലായിരിക്കും. Okay, this is the stuff. Now coming to pH values, ഇത് നിങ്ങൾ നോക്കി വെച്ചോ, ഒന്ന് അത്യാവശ്യമുള്ളത് നോക്കി വെച്ചോ. So this is the flow chart. ഇത് പഠിച്ചു വെക്കണം. 0 to 3.5 ഒക്കെ കട്ട ആസിഡ്, അത് കഴിയുമ്പോഴത്തേക്കും വീക്ക് ആസിഡ് ആവും. 7 കട്ട ന്യൂട്രൽ, 7 to ഒരു 10.5 ഒക്കെ ലൈക്ക് വീക്ക് ആൽക്കലി ആയിരിക്കും. ഒരു 10.5 to 14 വരെ സ്ട്രോങ് ആൽക്കലി ആയിട്ടായിരിക്കും ഉണ്ടാവുക. ഇല്ല, അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ നോക്കിക്കോ. അങ്ങനെ ഭയങ്കര ഇമ്പോർട്ടന്റ് ഒന്നല്ല ഈ സാധനം എന്ന് പറയുന്നത്. Now coming to universal indicator. See, pH. See, common indicators blue to red eye, red to blue eye. They just indicate that if the substance is a base or a acid. പക്ഷെ എത്ര സ്ട്രെങ്ത് ഉണ്ടെന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. അങ്ങനെ കണ്ടുപിടിക്കാൻ നമ്മളെ സഹായിക്കുന്ന ചേട്ടനാണ് യൂണിവേഴ്സൽ ഇൻഡിക്കേറ്റർ. യൂണിവേഴ്സൽ ഇൻഡിക്കേറ്റർ എന്ന് പറയുന്നത് ആസിഡ് ആണെന്നും ബേസ് ആണെന്നും കണ്ടുപിടിക്കാൻ സഹായിക്കുന്നു മാത്രമല്ല, we get to identify its pH value as well. How strong or weak or acid or base is എന്ന് കണ്ടുപിടിക്കാൻ പറ്റും using universal indicator. In order to make universal indicator, you mix a lot of indicators. You mix many color ഉള്ള indicators നമ്മൾ mix ചെയ്യും. എന്നിട്ട് what happens is that there is a scale. ഇതേപോലെ 0 ആണെങ്കിൽ ഈ കളർ വരും, 1 ആണെങ്കിൽ ഈ കളർ 2 എന്ന് പറഞ്ഞാൽ there is a chart. Okay, so what happens is that നമ്മൾ ഈ യൂണിവേഴ്സൽ ഇൻഡിക്കേറ്ററിൽ നമ്മൾ ഈ സാധനം മുക്കുമ്പോഴത്തേക്കും, നമ്മൾ ഈ പെർട്ടിക്കുലർ ഒരു ലിറ്റ്മസ് പേപ്പർ പോലത്തെ യൂണിവേഴ്സൽ ഇൻഡിക്കേറ്റർ പേപ്പർ നമ്മൾ അതിൽ ഡിപ്പ് ചെയ്യുമ്പോഴത്തേക്കും it turns to a particular color. We compare it with this particular chart. ഈ ചാർട്ടുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യും. ഏത് കളർ ആണോ അതിനനുസരിച്ചിട്ടുള്ള pH ആണ് നമ്മുടെ കയ്യിലുള്ള സൊല്യൂഷനിൽ ഉള്ളത്. ലിറ്റ്മസ് പേപ്പർ പോലെ തന്നെ we have a universal indicator paper. അതിൽ നമ്മൾ സൊല്യൂഷൻ ഒഴിക്കും, it turns to a particular color. We compare it with this particular chart. ആ കളറിന്റെ pH എന്താണ്? Say this 11ന്റെ കളർ വന്നു. Okay, we say that 11 ആണ്, it is a basic solution എന്ന് നമ്മൾ പറയും. Alright, this is how it works. Alright, പ്രണവിന് മനസ്സിലായോ? എന്തോ ഒരു പ്രശ്നമുണ്ടല്ലോ. ഓക്കെ ഓക്കെ, അവിടെ ഈ ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്ത് നോക്കട്ടെ കുട്ടികളെ. 1ഉം 2ഉം തനിയെ ഒന്ന് ചെയ്ത് നോക്കി, തനിയെ ചെയ്ത് നോക്കേ. വെരി ഈസി, തനിയെ ചെയ്ത് നോക്കിയാ, എന്നിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ക്വസ്റ്റ്യൻ വായിക്കോ. You have two solutions A and B. pH of A is 6, pH of solution B is 8. Which solution has more hydrogen ion concentration? Which solution is acidic and which is one is basic? അലച്ചു പറഞ്ഞോ, തനിയെ ചെയ്യട. അല്ല, ആര് വേണമെങ്കിൽ പറഞ്ഞോ. എങ്ങനെ അങ്ങനെയൊന്നുമില്ല എനിക്ക്. You have two solutions A and B. The pH of solution A is 6 and pH of solution B is 8. Which solution has more hydrogen ion concentration? Which of the solutions is acidic and which one is basic? From solution A has more hydrogen concentration കാരണം inversely proportional ആയതുകൊണ്ട് if the pH is low then the hydrogen ions is more. അപ്പം which solution is acidic എന്ന് പറയുമ്പോൾ solution A is acidic whereas solution B is basic because it's more than 7. എല്ലാവർക്കും മനസ്സിലായോ?
ഓക്കെ 7 ആണ് ന്യൂട്രൽ. 7ന്റെ താഴോട്ടുള്ള എല്ലാവരും അസിഡിക് ആണ്. അസിഡിക് മീൻസ് H+ is more. ഓക്കെ 8 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 7ന്റെ അപ്പുറത്തോട്ടുള്ള എല്ലാവർക്കും OH- ബേസിക് ആയിരിക്കും. 7ന്റെ അപ്പുറത്തോട്ടുള്ള എല്ലാവരും ബേസിക് ആണ്. OH- കൂടുതലായിരിക്കും. Is it clear for everyone? ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആരാ പറയാൻ പോണേ? അറിയടാവില്ല ഇത്രയൊക്കെ ആലോചിക്കണോ ഇനി? രാഹു എല്ലാം കഴിഞ്ഞിട്ട് പറയുള്ളൂ എല്ലാവരും. ഫസ്റ്റ് പ്രോബ്ലത്തിന്റെ ബി. ഏത് ഫസ്റ്റ് പ്രോബ്ലത്തിന്റെ ബി? ബി പറഞ്ഞല്ലോ. എ അല്ലേ അസിഡിക്. അത് കഴിഞ്ഞല്ലോ. 5 സൊല്യൂഷൻസ്. 5 സൊല്യൂഷൻസിന് ഒരു സൊല്യൂഷൻ തരൂ കുട്ടികളെ. A, B, C, D, E തന്നു. When tested with universal indicator, pH is 4, 1, 11, 7, 9. Which is a neutral solution? 7. 7 വന്നു കഴിഞ്ഞാൽ ന്യൂട്രൽ ആണ്. കുഴഞ്ഞെങ്കിൽ D தான் ന്യൂട്രൽ. സ്ട്രോങ് ആൽക്കലൈൻ പ്രണവ് പറയേ. സ്ട്രോങ് ആൽക്കലൈൻ ആരാ? മാം എനിക്ക് ആൽക്കലൈൻ എന്താണെന്ന് മനസ്സിലായില്ല. എടാ ദുഷ്ട, ഇത്ര നേരം കഴിഞ്ഞിട്ട് മഹാഭാരതം മുഴുവൻ കേട്ടിട്ട് ബ്രൂസ്ലി വരാന്ന് ചോദിച്ച പോലെ. അല്ല മാം ചോദിക്കാതിരിക്കുന്നു. ആൽക്കലൈനും ബേസും ഒരേ ചേട്ടനും അനിയനുമാണ്. ആകെപ്പാടെ ചേട്ടൻ വെള്ളത്തിൽ സ്വിം ചെയ്യും. അതായത് ആൽക്കലീസ് വെള്ളത്തിൽ സ്വിം ചെയ്യും. ബേസ് ചില ബേസ് ചെയ്യില്ല. സി ബിക്കോസ് കൂടി വന്ന സ്ട്രോങ് ആൽക്കലൈൻ. സ്ട്രോങ് ആസിഡിക് ആരാണ്? സാരംഗ് പറയാ. വണ്ണാ എവിടെ പോയി? ഏത് വൺ? യു മീൻ ദിസ് വൺ? അല്ലടേ ബി വണ്ണ്. ഈ വണ്ണാണ് അവൻ ഉദ്ദേശിച്ചത്. അങ്ങനെ പറയരുത്. സി ദിസ് ഇസ് കമ്മ്യൂണിക്കേഷൻ ഇഷ്യൂ. യു അണ്ടർസ്റ്റാൻഡ്? നമുക്ക് ആൻസർ അറിയാം, പക്ഷെ യു ഡിഡ് നോട്ട് പ്രസന്റ് ഇറ്റ് റൈറ്റ്. ബി ഇസ് ദ കറക്റ്റ്. pH 1 ഉള്ള ബി ഇസ് സ്ട്രോങ്ലി ആസിഡിക് എന്ന് നമ്മൾ പറഞ്ഞാൽ നമ്മൾ മണിച്ചിത്ര താഴെ വിട്ടു കൂട്ടിയത് പോലെയാണ്. ടീച്ചറിന് ഒരു കാരണവശാലും നിങ്ങൾക്ക് മാർക്ക് കുറയ്ക്കാൻ പറ്റില്ല. ഓൾറൈറ്റ്. അടുത്തത് വീക്ക്ലി ആസിഡിക്. ഇന്ദ്രജ് പറയേ. ചിരിച്ചോണ്ടിരിക്കുന്നവരെ അപ്പ പൊക്കണം എന്നാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത് അല്ലെ? ആര് നോക്കട്ടെ. കറക്റ്റ് എ. ഫുൾ ആൻസർ ആയിട്ട് പറ. pH 4 ഉള്ള A ഈസ് വീക്ക്ലി ആസിഡിക് എന്ന് പറഞ്ഞാലല്ലേ നമ്മൾ മണിച്ചതായിടുള്ളൂ. പറ വീക്ക്ലി ആൽക്കലൈൻ. അടുത്തത്. അയ്യോ എന്റെ സിദ്ധു പറയടാ. വീക്ക്ലി ആൽക്കലൈൻ ആണോ? ആണ് മോനെ. അവൻ ലീവ് ആയിട്ടാ. അല്ല മാം ഞാനുണ്ട്. ഞാനുണ്ട്. പറ. 9 ആണോ? 9. ഉറപ്പാണോ? ഉറപ്പാ. നിനക്ക് 7 ആണോ എന്നൊരു സംശയം ഇല്ലടാ? അങ്ങനെ ഇല്ല. അങ്ങനെ സംശയമില്ല. ഒന്ന് പ്രീവിയസ് സ്ലൈഡ് കാണിക്കുക. ഏത് പ്രീവിയസ് സ്ലൈഡ്? ലൈക്ക് ഒരു ഗ്രാഫ് ഉണ്ടായിട്ട്. അല്ല ഗ്രാഫ് അല്ല. ഒരു മിനിറ്റ്. ഇതല്ല അതിന് മുമ്പത്തെ മറ്റേ കളർഫുൾ. എന്താ നിനക്ക് റെയിൻബോ കാണാനാണോ? കണ്ണിൽ ഒരു കുളിർമ ഇരിക്കട്ടെ എന്ന്. സിദ്ധു അപ്പൊ ലോക്ക് ചെയ്യട്ടെ? എന്താണ് ലോക്ക് ചെയ്യണ്ടേ? 11 9 ഉറപ്പാണേ? 9. ഓക്കെ. ദിസ് ഇസ് വീക്ക്ലി ആസിഡിക്. അതിന്റെ പേര് എന്താണ്? അതിനൊരു പേരിടണ്ടേടാ. നീ നമ്പർ മാത്രം കൊടുത്ത ശരിയാണോടാ മോനെ? ഈ ഈസ് വീക്ക്ലി ആസിഡിക് എന്നാണ് നമ്മൾ പറയേണ്ടത്. മനസ്സിലായോ? ഓൾറൈറ്റ് ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ. ഓൾറൈറ്റ്. ഇത് ക്വസ്റ്റ്യൻ ആണോ ആൻസർ ആണോ? ഓക്കെ ഇതാണ് സംഭവം. ഓക്കെ. അതിന്റെ ഡിക്രീസിങ് ഓർഡറിൽ അറേഞ്ച് ചെയ്യാം, മറ്റേത് ചെയ്യാം, മറിച്ച് ചെയ്യാം. ഓക്കെ. പെട്ടെന്ന് നമുക്ക് ഒരു 10 മിനിറ്റും കൂടി എടുത്തിട്ട് നമുക്ക് ഇമ്പോർട്ടൻസ് ഓഫ് pH ഇൻ എവറി ഡേ ലൈഫ് അത് പടപടിയെ നോക്കാം. ഡൈജസ്റ്റീവ് സിസ്റ്റത്തിലെ pHന്റെ ഇമ്പോർട്ടൻസ് എന്താണ്? അതെ, ശ്രീലക്ഷ്മി സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും ഹൈഡ്രോക്ലോറിക് ആസിഡ് ഒക്കെ പുറത്തു വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോഴാണ് നമ്മൾ പല്ല് അടിച്ച് പൊട്ടിക്കാൻ പോകുന്നത്. അപ്പോൾ ടൂത്ത് ഡീക്കേയുടെ കാര്യം നമ്മൾ പറയും. ഓക്കെ. അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്ക് പ്ലാന്റ്സ് യൂസ് ചെയ്തിട്ട് നമ്മൾ ശ്രീലക്ഷ്മിയുടെ മുറിവുകളൊക്കെ ഉണക്കും. സെൽഫ് ഡിഫെൻസ്. ഓക്കെ. ആനിമൽസിലെ pHന്റെ ഇമ്പോർട്ടൻസ് ജസ്റ്റ് കിഡിങ് കേട്ടോ. ഇതൊക്കെ ഓർക്കാൻ വേണ്ടിയിട്ട് പറയുന്നു എന്നേ ഉള്ളൂ. നോക്കട്ടെ കുട്ടികളെ. ഡൈജസ്റ്റീവ് സിസ്റ്റത്തില് അതുപോലെ തന്നെ പല്ലില്. ഡൈജസ്റ്റീവ് സിസ്റ്റം, പല്ല്, പ്ലാന്റ്സില്, ആനിമൽസില് 4 കാര്യങ്ങൾ നമുക്ക് പഠിക്കാനില്ല. ഡൈജസ്റ്റീവ് സിസ്റ്റം നോക്ക്. ഡൈല്യൂട്ട് ഹൈഡ്രോക്ലോറിക് ആസിഡ് നമ്മുടെ വയറിലുണ്ട്. അതില്ലാന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും?
ഒന്നും സംഭവിക്കില്ല, നമ്മൾ ഉടനെ തന്നെ തട്ടിപ്പോകും. കാരണം പ്രോട്ടീൻ ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. പ്രോട്ടീൻ ഡൈജഷന് വളരെ എസെൻഷ്യൽ ആയിട്ടുള്ള സാധനമാണ് ഹൈഡ്രോക്ലോറിക് ആസിഡ്. ഈവൻ വെൻ ഇറ്റ് ഡസന്റ് ആക്ട് ഡയറക്ട്ലി, ഇൻഡയറക്ട്ലി ഹൈഡ്രോക്ലോറിക് ആസിഡ് ഹെൽപ്സ് ഇൻ പ്രോട്ടീൻ ഡൈജഷൻ. ഓക്കെ, ഹൈഡ്രോക്ലോറിക് നിങ്ങൾക്ക് അറിയാം, 10ാം ക്ലാസ്സിൽ നമ്മൾ ഘോരം പ്രസംഗിച്ചതാണ് പെപ്സി. ഓർമ്മയുണ്ടോ പിള്ളേരെ? പെപ്സിനോജനെ കൺവേർട്ട് ചെയ്ത് ഹൈഡ്രോക്ലോറിക് ആസിഡ് പെപ്സിനാക്കിയിട്ട് പ്രോട്ടീനെ ഡൈജസ്റ്റ് ചെയ്യുന്ന കഥ. ഓക്കെ, ഇത്ര മാത്രം പറഞ്ഞു എന്താണ്. Dilute hydrochloric acid pH is 1.4 helps in digesting the food. പക്ഷേ excessive acid can be produced because of stress, because of excessive theta, because of lot of spicy food. Okay, ഇതൊക്കെ കാരണം നമുക്ക് excess acid വരും. It causes indigestion. Cure ആരായിരുന്നു? പ്രണവ് അല്ലേ? പ്രണവ് ആരായിരുന്നു? Antacid, magnesium hydroxide, baking soda can also be given. അതാരായിരുന്നു? സാരംഗ്. ഓക്കെ, ഇവരെല്ലാവരും ആന്റാസിഡ് ആയിട്ട് നമുക്ക് ന്യൂട്രലൈസേഷൻ റിയാക്ഷൻ, അത് തന്നെ ആന്റാസിഡ് ആയിട്ട് യൂസ് ചെയ്യാം. നോ ടോക്സിക് എഫക്ട്, ഓൺലി ഗ്യാസ്. ഓക്കെ, ഒരു ടോക്സിക് എഫക്റ്റും ഇതിന് പ്രത്യേകിച്ച് ഒന്നുമില്ല. ബിക്കോസ് എന്തുകൊണ്ട്? ആന്റാസിഡിന്റെ പ്രത്യേകത എന്താ? ബേസിക് നേച്ചർ. വയറിന്റെ ഉള്ളിൽ ആസിഡ് ബേസ് കൊടുത്താൽ നമ്മൾ അടങ്ങിട്ടാം. ഓക്കെ, അപ്പൊ ബേസ് കൊടുക്കാനാണ് മെഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ്, കാൽഷ്യം ഹൈഡ്രോക്സൈഡ്, കാൽഷ്യം ബൈകാർബണേറ്റ്, അതാണ് ബേക്കിംഗ് സോഡയുടെ സാധനം. സോ ഇറ്റ് ഈസ് ഗോയിങ് ടു റിയാക്ട് വിത്ത് ആസിഡ്സ് ആൻഡ് ഇറ്റ്സ് ഗോയിങ് ടു ന്യൂട്രലൈസ്. കോമൺ ആന്റാസിഡ്സ് മെഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ്. മെഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ് ആരായിരുന്നു കുട്ടികളെ? പ്രണവായിരുന്നു. പ്രണവിന്റെ വേറൊരു പേരാണ് മിൽക്ക് ഓഫ് മെഗ്നീഷ്യ. എന്താണ് പേര്? മിൽക്ക് ഓഫ് മെഗ്നീഷ്യ. ഓക്കെ, വേറെ സോഡിയം ബൈകാർബണേറ്റ്, സാരംഗ്. ഓക്കെ, സോഡിയം ബൈകാർബണേറ്റ് എന്ന് പറഞ്ഞാൽ NaHCO3. സാരംഗിന്റെ പേരെന്താണ്? ബേക്കിംഗ് സോഡ. NaHCO3, ബേക്കിംഗ് സോഡ. ഓക്കെ, അയ്യോ ദേവ് ക്ലാസ് കഴിയാറായി. എപ്പോഴാണോ മോനെ വന്നേ? നേരത്തെ കയറിയോ? ഓക്കെ, നേരത്തെ കയറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു 8:15 വരെ എല്ലാവരും നോക്കിയല്ലോ. അപ്പൊ നീ ഉണ്ടായിരുന്നില്ലല്ലോടാ. നിന്റെ നേരത്തെ കയറിന്ന് അമേരിക്കൻ ടൈം 8:18 നീ കയറിയോടാ. നേരത്തെയാണ് കേട്ടോ മോനെ. അടുത്ത ക്ലാസ്സിൽ എല്ലാവരെയും ഓർമ്മിപ്പിച്ചോണം. അവനെ കൊണ്ട് നമുക്ക് പാട്ട് പഠിക്കണം കേട്ടോ. നേരത്തും കാലത്തും ലിങ്ക് ട്രൈ ചെയ്യാതെ പാസ്വേഡ് അടിച്ചോണ്ടിരിക്കുക. പാടാ പിള്ളേരെ. സോഡിയം ബൈകാർബണേറ്റ്, NaHCO3, ബേക്കിംഗ് സോഡ. ആരായിരുന്നു? നമ്മുടെ സാരംഗ്. ഓക്കെ, അവ NaCO3 ആയ ബേക്കിംഗ് സോഡ ആയിട്ടുള്ള നമ്മുടെ സാരംഗിനെയും നമുക്ക് എന്തായിട്ട് യൂസ് ചെയ്യാം? ഓക്കെ, നമുക്ക് എന്തായിട്ട് യൂസ് ചെയ്യാം? ആന്റാസിഡ് ആയിട്ട് യൂസ് ചെയ്യാം. അടുത്തത് പല്ല്. ഓക്കെ, ടൂത്ത് ഡീക്കെ. ഇപ്പൊ സേ ഗൗരി ഇങ്ങനെ പഞ്ചസാര കഴിച്ച് ഗൗരിയുടെ പല്ല് എന്തായി? ഗൗരിയുടെ പല്ലിലുള്ള ബാക്ടീരിയ അപ്പൊ വായ കഴുകാതെ പോയി കിടന്നു എന്ന് വിചാരിച്ചോ? കണ്ടോ, ഫുൾ ടൈം ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും എന്ത് സംഭവിക്കും? ആ ഷുഗർ അവിടെ തന്നെ ഉണ്ട്. അവിടെ ഒളിച്ചു പാത്തും പതുങ്ങിയിരിക്കുന്ന വൃത്തിയായിട്ട് ക്യാമറയൊക്കെ വെച്ചിട്ടുണ്ട് പല്ല് കാണാൻ വേണ്ടിയിട്ട് ബാക്ടീരിയ. അപ്പൊ പല്ലിന്റെ ഇടയിൽ ബാക്ടീരിയ ഉണ്ട്. ആ ബാക്ടീരിയ എന്ത് ചെയ്യും? ആ ബാക്ടീരിയ ആ ഷുഗറിനെ ഒക്കെ ബ്രേക്ക് ഡൗൺ ചെയ്യും. നമുക്ക് തോന്നുന്നു ഷുഗറിനെ ബ്രേക്ക് ഡൗൺ ചെയ്യാൻ നല്ലതല്ലേ, നമുക്ക് ഡയബറ്റീസ് ഒന്നും വരില്ലല്ലോ, വെറും തോന്നലാണ്. അപ്പൊ എന്ത് സംഭവിക്കും? ഷുഗറിനെ ബ്രേക്ക് ഡൗൺ ചെയ്യുമ്പോ അത് ആസിഡായി മാറ്റും, ലാക്റ്റിക് ആസിഡ്സ് ആയിട്ട് മാറും. ഓക്കെ, ബിക്കോസ് ഓഫ് ദ ആക്ഷൻ ഓഫ് ദ ബാക്ടീരിയ, ഷുഗർ ഗെറ്റ്സ് ബ്രോക്കൺ ഡൗൺ ബൈ ദ ബാക്ടീരിയ ഇൻടു ആസിഡ്സ് ലൈക്ക് ലാക്റ്റിക് ആസിഡ്. അങ്ങനെ ആസിഡ് ആയ വല്ല കുഴപ്പമുണ്ടോ പിള്ളേരെ? കുഴപ്പമുണ്ട്. കാരണം എന്താ? acid aya pH falls below 5.5 and then the tragedy happens. It is going to start attacking the enamel. വെളുത്ത് മുത്തു പോലെ വെണ്മയുള്ള പല്ലുകൾ എന്ന് പറയാൻ കാരണം എന്താ? ഇങ്ങനെ തിളക്കമുള്ള ഇനാമൽ ഫ്രണ്ടിൽ ഇരിക്കുന്നതുകൊണ്ട് ആ ഇനാമലിനെ തുരന്ന് ആസിഡ് അകത്ത് കയറും. അങ്ങനെ നല്ല വെണ്മയുള്ള പല്ലുകൾ എന്തായിട്ട് മാറും? നല്ല കറുത്ത് പോടുള്ള വൃത്തികെട്ട പല്ലുകളായിട്ട് മാറും. മനസ്സിലായട പിള്ളേരെ? അപ്പൊ ഇനാമലിനെ എന്തുകൊണ്ട് അറ്റാക്ക് ചെയ്യുന്നു? വൈ ഈസ് ഇറ്റ് അറ്റാക്കിങ്? ബിക്കോസ് 5.5 pH ആവുമ്പോഴത്തേക്കും ഇനാമലില് കാൽഷ്യം ഫോസ്ഫേറ്റ് അവിടെ കിടക്കല്ലേ, ചേട്ടാ ആസിഡെ വന്ന് അറ്റാക്ക് ചെയ്യടാ എന്ന് പറഞ്ഞിട്ട് ഈ ഇനാമലിലെ കാൽഷ്യം ഫോസ്ഫേറ്റ് പറയും. അങ്ങനെ ഇത് കയറി അറ്റാക്ക് ചെയ്തിട്ട് ഇനാമലിൽ നല്ല കറുത്ത പോടുകൾ നമുക്ക് കിട്ടും. ഓക്കെ, അതുകൊണ്ട് ആർക്കെങ്കിലും പ്രയോജനം ഉണ്ടോ? Of course, the whole toothpaste industry is thriving on that $1 billion business. You know, നിങ്ങളുടെ പോടുകൾ അവർക്ക് സന്തോഷം. എന്റെ ബലമായ വിശ്വാസം ചോക്ലേറ്റും മറ്റേ ടൂത്ത് പേസ്റ്റും സൈഡ് ബൈ സൈഡ് ആയിട്ട് ഒരേ ആൾക്കാരാണ് ഡ്രൈവ് ചെയ്യുന്നത് എന്നുള്ളതാണ്. ഓക്കെ, നിങ്ങളുടെ പോടുകൾ അവർക്ക് കാശ്. Now coming to
അപ്പൊ ഇതാണ് സംഭവം. ഇതിന്റെ പ്രിവെൻഷൻ ഇടയ്ക്കെങ്കിലും പോയി പല്ല് ചെയ്യണം. ഓക്കെ, യൂസിങ് ടൂത്ത് പേസ്റ്റ് വിച്ച് ഹാസ് ബേസിസ്, കുറച്ചൊക്കെ ബേസിക് നേച്ചർ ഉള്ള സാധനങ്ങൾ കിട്ടുന്നത് വളരെ നല്ലതായിരിക്കും. പിന്നെ പഞ്ചസാര കഴിക്കരുത്, ഇതാണ് ഏറ്റവും നല്ല പണി. ഓക്കെ, now coming to plant growth, soil pH and plant growth. See, so plant വളരാനാണെന്നുണ്ടെങ്കിൽ അതിനൊരു റൈറ്റ് കൈൻഡ് ഓഫ് pH ഉണ്ടാവണം. ഓക്കെ, അത്യാവശ്യം ന്യൂട്രലിന് നിയർ ആയിട്ടുള്ള pH ആയിരിക്കണം വേണ്ടിയിരിക്കുന്നത്. ഓക്കെ, അപ്പൊ സോയിൽ ഭയങ്കര അസിഡിക് ആണെങ്കിലും സോയിൽ ഭയങ്കര ബേസിക് ആണെങ്കിലും പ്ലാന്റിന് പണി കിട്ടും. അപ്പൊ എന്തുകൊണ്ടാ ഭയങ്കര അസിഡിക് അല്ലെങ്കിൽ ഭയങ്കര ബേസിക് ആണ്? നാച്ചുറലി അത് അസിഡിക് അല്ലെങ്കിൽ ബേസിക് ആവാൻ ഡിപ്പെൻഡ്സ് ഓൺ ദ ക്ലൈമറ്റ്, യുനോ, ക്ലൈമറ്റ് ഓർ ദ പ്ലേസ് ഓൾറെഡി എങ്ങനെ ഈ സോയിൽ ഉണ്ടായി അതിനൊക്കെ അനുസരിച്ചിട്ട് ഇറ്റ് ക്യാൻ നാച്ചുറലി ബി അസിഡിക് ഓർ ബേസിക്. അതല്ല എന്നുണ്ടെങ്കിൽ മനുഷ്യന്റെ സഹജമായ ഒരു സ്വഭാവം ഉണ്ടല്ലോ, നശിപ്പിച്ച് പണ്ടാരടക്കുക എന്നുള്ളത്, അത് ഫെർട്ടിലൈസർ ഇട്ട് അതിന്റെ നാച്ചുറൽ pH നെ അങ്ങ് നശിപ്പിക്കും. ഓക്കെ, സോ ഇറ്റ് ക്യാൻ ഈദർ ബിക്കം ടു ആസിഡിക് ഓർ ടു ബേസിക്. ഓക്കെ, സോയിൽ ടു അസിഡിക് ആയ എന്ത് ചെയ്യും? Too acidic is very bad. അപ്പൊ too acidic means what? pH is less. ഇവിടെ pH is less. അപ്പൊ അസിഡിറ്റിനെ കുറയ്ക്കണം. അപ്പൊ ചെറിയൊരു ബേസ് വെച്ചിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്യണം. എന്നാ പിന്നെ നമുക്ക് അങ്ങോട്ട് സോഡിയം ഹൈഡ്രോക്സൈഡ് തന്നെ പ്രയോഗിച്ചാലോ എന്ന് പറഞ്ഞാൽ പൊട്ടത്തരാണ്. കാരണം ഒബ്വിയസ്ലി എല്ലാ ഓർഗാനിസംസും അങ്ങോട്ട് ഇല്ലാണ്ടാവും, അല്ല അത്രയും ബേസിൽ വന്നു കഴിഞ്ഞാൽ എല്ലാ ഓർഗാനിസംസും ഒക്കെ ഇല്ലാണ്ടാവും. സോ വി യൂസ് മൈൽഡ് ബേസ്. മൈൽഡ് ബേസ് ആരാ? എഗെയിൻ കാർബൺ ഡൈ ഓക്സൈഡിന്റെ ചേട്ടന്മാര്. കാർബൺ ഡൈ ഓക്സൈഡിനെ നമ്മൾ ഐഡന്റിഫൈ ചെയ്യാൻ ആരൊക്കെ യൂസ് ചെയ്യാം? ക്വിക്ക് ലൈം കാൽഷ്യം ഓക്സൈഡ്, സ്ലേക്കഡ് ലൈം കാൽഷ്യം ഹൈഡ്രോക്സൈഡ്, ചോക്ക് കാൽഷ്യം കാർബണേറ്റ്, ക്വിക്ക് ലൈം പെട്ടെന്ന് എഴുതിയില്ലേ നമ്മൾ കാൽഷ്യം ഓക്സൈഡ്, അതിന് നമ്പർ കുറവല്ലേ, CaO കഴിഞ്ഞു. സ്ലേക്കഡ് ലൈം CaOH ട്വൈസ്, കുറച്ചും കൂടി കൂടുതലല്ലേ. ഓക്കെ, കാൽഷ്യം കാർബണേറ്റ് നമുക്കറിയാം, ചോക്ക് അതുപോലെ മാർബിൾ അങ്ങനത്തെ സാധനം. പക്ഷെ ചോക്കാണ് നമ്മൾ പിടിച്ചിട്ട് കുമ്മായൊക്കെ നമ്മൾ പിടിച്ചിട്ട് ഇതിലേക്ക് ഇടുക, സോയിലിലേക്ക് ഇടുക. ഈ മെറ്റീരിയൽസ് ആസിഡുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് ആസിഡിറ്റി മാറ്റും. ഇനി അഥവാ സോയിൽ ഭയങ്കര ബേസിക് ആണെങ്കിലോ? ബേസിക് ആണെങ്കിൽ ആസിഡ് വെച്ചിട്ട് ട്രീറ്റ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഹൈഡ്രോക്ലോറിക് ആസിഡ് അങ്ങോട്ട് പ്രയോഗിക്കാൻ പറ്റുമോ കുട്ടികളെ? പറ്റില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? അപ്പൊ നമ്മള് ആരെങ്കിലും പിടിക്കണ്ട, സൂര്യയുടെ വീട്ടില് കുറെ പച്ചക്കറി ഉണ്ട്. ഓക്കെ, പച്ചക്കറിയുടെ വേസ്റ്റ്, അവൻ ടൊമാറ്റോ കഴിക്കില്ല, അവൻ മറ്റേ എന്താ പറയാ പൊട്ടറ്റോ കഴിക്കില്ല, ഇങ്ങനത്തെ എല്ലാ വേസ്റ്റും കൂടിയിട്ട് നമ്മൾ കുഴിച്ചിട്ടു എന്ന് വിചാരിച്ചോ. ഇറ്റ് ബിക്കംസ് ഹ്യൂമസ് കണ്ടന്റ് ഡീകേ ചെയ്തിട്ട് ഹ്യൂമിക് ആസിഡ് എന്ന് പറയുന്ന സാധനം ഉണ്ടാക്കും. ഹ്യൂമസ് കണ്ടന്റ് അസിഡിക് ആണത്. ഓർഗാനിക് സബ്സ്റ്റൻസസ് എല്ലാം നമ്മളുടെ വേസ്റ്റ് മെറ്റീരിയൽ എല്ലാം കുറെയൊക്കെ അസിഡിക് ഇൻ നേച്ചർ ആണ്. സിമ്പിൾ ഓർഗാനിക് മാറ്റർ നമ്മൾ കൊണ്ടിട്ട് കഴിഞ്ഞാൽ സോയിലിന്റെ ബേസിക് നേച്ചർ മാറിയിട്ട് ന്യൂട്രൽ നേച്ചർ ആയിട്ട് മാറും. മനസ്സിലായോടെ കുട്ടികളെ ഇതിന്റെ കഥ? യെസ്, ഓൾറൈറ്റ്. Now coming to last portion. ഡിഫൻസ് കൂടി ഉണ്ട്. ഓക്കെ, pH ചേഞ്ച് ആൻഡ് സർവൈവൽ. ഓക്കെ, ഹ്യൂമൻ ബോഡിക്ക് ആണെന്നുണ്ടെങ്കിലും ഇൻഫാക്ട് എല്ലാ ഓർഗാനിസത്തിനും there is a narrow range of pH in which we can survive. നമ്മുടെ ശരീരത്തിന്റെ ഉള്ളിൽ എൻസൈംസും ഹോർമോൺസും ഒക്കെ ആക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു കറക്റ്റ് റേഞ്ച് ഓഫ് pH ഉണ്ടാവണം. ഒരു 7 to 7.8. അതിന്റെ pH എങ്ങാനും ഡിസ്റ്റർബ് ആയി കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര എയിൽമെന്റ്സ് ഒക്കെ അസുഖങ്ങളൊക്കെ വരാൻ തുടങ്ങും. ഈവൻ അക്വാട്ടിക് അനിമൽസിന് ലേക്കില് അല്ലെങ്കിൽ ഇപ്പൊ റിവറിലൊക്കെ ഭയങ്കര നാരോ റേഞ്ച് ഓഫ് pH അവർക്ക് നിൽക്കാൻ പറ്റുള്ളൂ. ഇപ്പൊ അവിടെ ഓൾമോസ്റ്റ് ന്യൂട്രൽ തന്നെ വേണം. ഓക്കെ, പലപ്പോഴും ആസിഡ് റെയിൻസ് ഉണ്ടാവും. ആസിഡ് റെയിൻ എങ്ങനെയുണ്ടാവും? ഈ ഫാക്ടറീസിൽ നിന്നും സൾഫർ ഡയോക്സൈഡ്, സൾഫർ ട്രയോക്സൈഡ് പോലത്തെ ഗ്യാസസ് എസ്കേപ്പ് ആവും. ആ ഗ്യാസ് പോയിട്ട് നമ്മുടെ റെയിൻ വാട്ടറിൽ അലിയും. റെയിൻ വാട്ടറിൽ അലിഞ്ഞു കഴിയുമ്പോൾ സൾഫ്യൂറസ് ആസിഡ് ഉണ്ടാവും. സൾഫ്യൂറസ് ആസിഡ് എന്ന് പറഞ്ഞാൽ ആസിഡിക് നേച്ചർ ആണ്, വീക്ക് ആസിഡ് ആണ്. കാർബൺ ഡൈ ഓക്സൈഡ് വെള്ളത്തിൽ ഇറങ്ങിയിട്ട് കാർബോണിക് ആസിഡ് ഉണ്ടാവും. ഇതൊക്കെ പിടിച്ചിട്ട് നമ്മുടെ റിവറിൽ വീഴണു എന്ന് വിചാരിച്ചോ, ആ റിവർ വാട്ടർ ബിക്കംസ് അസിഡിക്. അതിന്റെ pH അങ്ങോട്ട് 5.6 താഴോട്ട് വരുമ്പോ that means it is becoming higher and more towards acidic nature. 5.6 താഴേക്ക് വരുമ്പോ മാസായിട്ട് അക്വാട്ടിക് അനിമൽസ് ചത്തിട്ട് പൊങ്ങാൻ തുടങ്ങും. ഓക്കെ, സോ ദിസ് ഇസ് വെരി ഡേഞ്ചറസ്. അങ്ങനെ എങ്ങാനും നമുക്ക് പോസിബിലിറ്റി ഉണ്ടെങ്കിൽ നമ്മൾ നിരത്തി പിടിച്ചിട്ട് കാൽഷ്യം കാർബണേറ്റ് അങ്ങോട്ട് ആഡ് ചെയ്യും ഇൻ ഓർഡർ ടു ന്യൂട്രലൈസ് ദ ആസിഡ്. ഓക്കെ, സോ ഇതാണ് സംഭവം. ഓക്കെ, നൗ ലിവിങ് തിങ്സ് ഉണ്ട്, ലിവിങ് ഓർഗാനിസത്തിന് ഇപ്പൊ വീനസിൽ പോയിട്ട് താമസിക്കണം എന്ന് ശിവാൻഷിനൊക്കെ ചിലപ്പോൾ ആഗ്രഹം ഉണ്ടാവും. അപ്പൊ പക്ഷെ വീനസിൽ പോയിട്ട് താമസിക്കാൻ പറ്റുമോ ശിവാൻഷെ? നടക്കില്ല. കാരണം എന്താ? ഭയങ്കര അസിഡിക് ആണ് അവിടുത്തെ നേച്ചർ. വീനസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമല്ലോ അല്ലേടാ കുട്ടികളെ, മറ്റേ മെർക്കുറി, മാർസ്, വീനസ്, ആ സംഭവം, ആ വീനസിൽ അവിടെ പോയിട്ട് നമുക്ക് താമസിക്കാൻ പറ്റില്ല. ബിക്കോസ് ഇറ്റ് ഇസ് ഹൈലി ആസിഡിക്. കട്ട സൾഫ്യൂരിക് ആസിഡ് ആയ
sulfuric acid, ഭയങ്കര acidic nature. It's very, very acidic in nature. Okay. Rayon, I think I used a lot of Malayalam today. You are able to follow? Actually, okay, Samila. So, sulfuric acid, it's got a thick white yellowish cloud on it. Okay. So living things are very, very sensitive to atmospheric pH. Okay. Now coming to self-defense of animals and plants. നിങ്ങൾക്ക് കടന്നലിന്റെ കുത്ത് കിട്ടിയിട്ടുണ്ടോ, ഹണിബീയുടെ കുത്ത് കിട്ടിയിട്ടുണ്ടോ, ഒന്നുമില്ല, കട്ടുറുമ്പിന്റെ കടി കിട്ടിയിട്ടുണ്ടോ? ഇതെല്ലാം ആസിഡ് അല്ലെങ്കിൽ ബേസ് ആണ്. Okay, everything is acid and base because they have powerful mechanism of self-defense. ഉറുമ്പിനെ തോണ്ടാൻ പോയി കഴിഞ്ഞാൽ അത് കടിക്കും. Okay, it has acidic methanoic acid. Okay, irritating acids and irritating bases നമ്മുടെ സ്കിന്നിൽ കയറ്റി വിട്ടിട്ടാണ് they do the defense. Okay, അതിന്റെ എക്സാമ്പിൾസ് ആണ് നമ്മൾ നോക്കാൻ പോണേ. We have honey bee sting. First, okay, honey bee sting is acidic in nature. അങ്ങനെ acid വരുമ്പോൾ obviously pain ഉണ്ടാവും, irritation ഉണ്ടാവും. We use baking soda. Acid ഉള്ളിൽ കയറിയാൽ ബേസ് കയറ്റി നമ്മള് ന്യൂട്രലൈസ് ചെയ്യും. അപ്പൊ ഹണി ബി ഈസ് acidic in nature. ഓക്കെ, സിദ്ധാർത്ഥ് ഹണി ബി. ഓക്കെ, സിദ്ധാർത്ഥ് കുത്തിയാൽ ആസിഡ് ആണ്. നമ്മൾ എന്ത് യൂസ് ചെയ്യും? ബേക്കിംഗ് സോഡ യൂസ് ചെയ്യും. ആര് യൂസ് ചെയ്യും? സാരംഗിനെ യൂസ് ചെയ്യും ബേക്കിംഗ് സോഡ. ഓക്കെ, ന്യൂട്രലൈസേഷൻ റിയാക്ഷൻ. ഇറിറ്റേഷൻ, വെരി വെരി ഇറിറ്റേറ്റിംഗ് സിദ്ധാർത്ഥ കുത്തല് എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. നൗ കമ്മിങ് ടു ആൻഡ് സ്റ്റിംഗ്. ആൻഡ് സ്റ്റിംഗ് ആരാ? സൂര്യാൻഷ് അടച്ചു വെച്ചിട്ട് ആൻഡിന്റെ പടം ഇട്ടിട്ടാണ് പോയിരിക്കുന്നത്. അപ്പൊ സൂര്യാൻഷിന് നമുക്ക് ആൻഡ് ആക്കാം. ഓക്കെ, സൂര്യാൻഷ് കുത്തുമ്പോഴത്തേക്ക് എന്താ വരുന്നേ? മെത്തനോയിക് ആസിഡ്. സൂര്യാൻഷ് കുത്തുമ്പോ എന്താണ് വരുന്നത്? മെത്തനോയിക് ആസിഡ്, ബേണിംഗ് പെയിൻ ആയിരിക്കും വരുന്നത്. അഗൈൻ സൊല്യൂഷൻ ആരാ? നമ്മുടെ സാരംഗ്, ബേക്കിംഗ് സോഡ. ഹീസ് എ ജെം, യുനോ. വാസ്പസ്റ്റിക്, കടന്നല്. ഓക്കെ, കടന്നല് കുത്തി കഴിഞ്ഞാൽ ആൽക്കലൈൻ ഫ്ലൂയിഡ് ആണ്. കടന്നൽ ആരാ? കടന്നല് നമുക്ക് മേ ബി നീലാഞ്ജനേനെ ആക്കാം. നീലാഞ്ജനേനെ ഇതുവരെ ഒന്നും ആക്കിയിരുന്നു. നീലാഞ്ജന വിഷമം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ കടന്നൽ ആരാണ്? വാസ്പസ് ആൽക്കലൈൻ ഫ്ലൂയിഡ്. ഓക്കെ, മൈൽഡ് ആസിഡ്. ആള് നീലാഞ്ജന ഇസ് വെരി ഡിഫറെന്റ്, യുനോ. ബാക്കി എല്ലാവരും ആസിഡ് ആയിരുന്നു, നീലാഞ്ജന മാത്രം ആൽക്കലൈൻ ആയിരുന്നു. അപ്പൊ നീലാഞ്ജനെ മാറ്റണമെന്നുണ്ടെങ്കിൽ നമ്മൾ അച്ചാറിൽ ഇടുന്ന വിനീഗർ, യുനോ, പിക്കിൾസിൽ ഇടുന്ന വിനീഗർ, വി ഹാവ് ടു യൂസ് ഇറ്റ് ആൻഡ് ന്യൂട്രലൈസ് ദ സ്റ്റിംഗ്. ഓക്കെ, നൗ കമ്മിങ് ടു ദ നെറ്റിൽ പ്ലാന്റ്. നെറ്റിൽ പ്ലാന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചൊറിയണം എന്ന് പറയും മലയാളത്തിൽ. ഓക്കെ, ചൊറിയണം. അത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവാൻ വഴിയില്ല, പറമ്പിലൊക്കെ ഉണ്ടാവും. പണ്ട് ഭയങ്കര കോമൺ ആയിരുന്നു, ഇപ്പൊ അങ്ങനെയൊന്നും ഇല്ല. ഇത് ഇഫ് യു സീ ദിസ് നെറ്റൽ പ്ലാന്റ്, യു ക്യാൻ ഗോ ആൻഡ് ടച്ച് ഇറ്റ്, യുനോ. അതോടുകൂടി നിങ്ങളുടെ കാര്യത്തിൽ യുനോ ഇൻസ്പെക്ടർ ബിജു എന്തായിരുന്നു ആക്ഷൻ ഹീറോ ബിജുലെ, യു റിമെമ്പർ ദാറ്റ്, നോ? അത് തന്നെ സാറ്. ഓക്കെ, ടച്ചിങ് ദാറ്റ് സ്റ്റിങ്ങിങ് ഹെയർ ഇസ് ഗോയിങ് ടു, അതിലാണ് നമുക്ക് മെത്തനോയിക് ആസിഡ്, പെയിൻ ഉണ്ടാവും, ഭയങ്കര ഇറിറ്റേഷൻ ആയിരിക്കും. റെമഡി ഈസ് അഗൈൻ ബേക്കിംഗ് സോഡ, യുനോ. അതിന്റെ തൊട്ടടുത്ത് തന്നെ there will be dog plant. Okay, this will be your ചൊറിയണം, and അതിന്റെ തൊട്ടടുത്ത് dog plant ഉണ്ടാവും. അപ്പൊ this is methanoic acid, the other one will help you relieve the pain. But this is going to be alkaline in nature. This is acidic in nature and this is alkaline in nature. അങ്ങനെ nature has provided remedy തൊട്ടടുത്ത് തന്നെ. All right, so we'll stop now.